എന്റെ വാർഡിൽ 1 പൈസ പോലും കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്തായാലും MLA ഫണ്ട് വെച്ചു, MP ഫണ്ട് വെച്ചു, ആ ഫണ്ട് കിട്ടി, ഈ ഫണ്ട് കിട്ടി എന്നൊക്കെ നിങ്ങളുടെ മുന്നിൽ വെറുതെ പറയാൻ കള്ളം പറയാൻ പറ്റില്ല. ഈ ഫണ്ട് കിട്ടേണ്ടവർക്ക് കള്ളം പറയാൻ പറ്റുള്ളൂ. MP കണ്ടാലും പറയും ഒരു ഫണ്ട് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ MLA ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഷാഫി പറമ്പിൽ MLA ആയിരുന്ന സമയത്ത് ഒന്നും കിട്ടിയിട്ടില്ല, ബാക്കി എല്ലാവരും കിട്ടിയെന്ന്. അപ്പൊ ഞാൻ ഷാഫിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഫണ്ടിന്റെ കാര്യമൊക്കെ സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു, മനുഷ്യർന്നെന്തെങ്കിലും കൊടുക്കണ്ടേ, കാരണം അവരെ നിങ്ങളൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നതാണ് അവർ കൊടുത്തില്ലെങ്കിൽ സാരമില്ല. അപ്പൊ എന്തായാലും ഒരു വാർഡിന്റെ കൗൺസിലർ നിരന്തരമായി ജനപ്രതിനിധികൾ, അത് MLA ആയാലും MP ആയാലും മുനിസിപ്പാലിറ്റിയിലായാലും, ഞാൻ എപ്പോഴും ചോദിക്കും, മുനിസിപ്പാലിറ്റിയിൽ സുഖമാണ്. ഞാൻ MLA ആയതിനു ശേഷം 10 മാസത്തോളം ആകും MLA ആയിട്ട്. MLA ആകുമ്പോൾ ഞാൻ ആദ്യം എടുത്ത തീരുമാനങ്ങളൊന്നും അന്ന് ചാനലുകളൊക്കെ ജയിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു. എന്നോട് ചോദിച്ചു MLA ആകുമ്പോൾ എന്ത് ചോദിച്ചു. ഇതിനെപ്പറ്റിയല്ല പറയുന്നത്. ഞാൻ പല സ്ഥലങ്ങളിൽ വോട്ട് ചോദിക്കാനായിട്ട് ചെന്നപ്പോൾ ഞാൻ കണ്ടത് കയറി കിടക്കാൻ ഒരു നല്ല വീടില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഞാൻ പാലക്കാട്